നമസ്കാരം. വോയിസ് ഓഫ് വിജീഷിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പോളണ്ട് VFSുമായിട്ട് നാഷണൽ എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേറ്റ് അറിയിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ യൂറോപ്യൻ അറിവുകൾ പങ്കുവെക്കാമെന്ന് പറയുന്ന ഗ്രൂപ്പിൽ വെള്ളിയാഴ്ച തന്നെ നമ്മൾ ഈ മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ അത് ഒരു മെയിലിൻ്റെ കോപ്പിയാണ് ഇട്ടിരുന്നത്. അത് പ്രകാരം ഈ പറഞ്ഞ ജൂൺ 26 തൊട്ട് വീണ്ടും ഈ കോൺസുലേറ്റ് സിസ്റ്റം വരികയാണ്, അതിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരിയേറെ സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. ഇത് ഫേക്കാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ന്യൂസുകളുണ്ടായിരുന്നു. മാത്രമല്ല ചില ഏജൻറ്റുമാർ, അതായത് ഡേറ്റ് എടുത്തു കൊടുക്കുന്ന ചില ഏജൻറ്റുമാർ തന്നെ ഈ ന്യൂസ് ഫേക്കാണ് എന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവരൊക്കെ വലിയ എമൗണ്ടുകൾ പലരുടെ കയ്യിൽ നിന്നായിട്ട് കോടിക്കണക്കിന് രൂപ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നവരെ നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവിടുന്ന് വിവരം ഒരാളയച്ചതിന് മറുപടിയായിട്ട് തന്നെ കൊടുത്തതാണ് ഈ കോൺസുലേറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് വന്നിട്ടുണ്ട്. അവരുടെ പോളണ്ട് കോൺസുലേറ്റിൻ്റെ സൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ടൻറ്റ് ഇതാണ്: 2024 ജൂൺ 26 മുതൽ ദേശീയ തൊഴിൽ വിസ, അതായത് നമ്മുടെ നാഷണൽ എംപ്ലോയ്മെൻറ്റ് വിസയുടെ അപേക്ഷകളുടെ രജിസ്ട്രേഷൻ ഈ കോൺസുലേറ്റ് സംവിധാനം വഴിയാണ് നടത്തുന്നത്. വിസ അപേക്ഷകർ സമർപ്പിക്കുമ്പോൾ പുതിയ സംവിധാനത്തിന് ആരംഭിച്ചതായിട്ടാണ് അവർ അതിൽ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് പണ്ട് നമുക്ക് ഓർക്കുന്നുണ്ടായിരുന്നു, പണ്ട് നേരത്തെയുള്ള രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കറിയാം, നമ്മൾ എംബസിയുടെ സൈറ്റിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ലക്കി ഡ്രോ ആണ്. ലക്കി ഡ്രോയിലൂടെ നമുക്ക് ഡേറ്റ് കിട്ടും. ഇപ്പോൾ മറ്റ് ഗൾഫ് കൺട്രീസിലൊക്കെ ചെയ്യുന്ന ആ സിസ്റ്റം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യമുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ലക്കി ഡ്രോയിൽ ഡേറ്റ് അനുവദിച്ച് കിട്ടിയതിന് ശേഷം സബ്മിഷൻ നടത്തേണ്ടത് VFS വഴിയാണ്. അതുപോലെ നാഷണൽ എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയുടെ ഈ സ്ലോട്ടുകൾ മാത്രമാണ് ഈ കോൺസുലേറ്റ് സിസ്റ്റം വഴിയുള്ള. ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ VFS വഴി നടക്കുന്ന പോലെ തന്നെ VFS അപ്പോയിൻമെൻ്റ് ആണ്. നാഷണൽ എംപ്ലോയ്മെൻറ്റ് കാറ്റഗറി മാത്രം ഈ കോൺസുലേറ്റ് സിസ്റ്റത്തിലേക്ക് പോകാൻ ഇത് കണ്ടമാനം ബ്ലാക്ക് മാർക്കറ്റിലേക്ക് പോയി ഇപ്പോൾ 1.25 ലക്ഷം രൂപ വരെ പോകുന്ന രീതിയിലേക്ക് പോയപ്പോൾ ഇത് കിട്ടാത്ത ഒത്തിരിയേറെ കംപ്ലയിൻറ്റുകൾ, ഇത് കിട്ടാത്ത ആൾക്കാരൊക്കെ ഒത്തിരിയേറെ കംപ്ലയിൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സിസ്റ്റം വന്നു കഴിഞ്ഞ് വീണ്ടും VFSിലേക്ക് വന്നു. VFSിലേക്ക് വന്നപ്പോഴേക്ക് ആദ്യം ഒരു മാസം 240 സ്ലോട്ടൊക്കെ കൊടുത്തിരുന്നു. അത് വീണ്ടും മാറ്റമായി ബ്ലാക്കിലേക്ക് തന്നെ കൂടുതൽ പോകുന്നു, റേറ്റ് കയറി പോകുന്നു കണ്ടപ്പോൾ അത് എംബസി എന്ത് ചെയ്തു, അത് കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്തുകൊണ്ട് ഒരു മാസം 120 സ്ലോട്ട് 100 സ്ലോട്ടിലെ റേഞ്ചിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എല്ലാ മാസവും 15-ാം തീയതിക്ക് അടുത്തുള്ള ഓപ്പണിംഗ് വരുമ്പോൾ മാസം അവസാനത്തെ കാര്യം പറയാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ VFSിൻ്റെ സൈറ്റിൽ മാസാവസാന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനുശേഷം ഈ ആഴ്ച ആൾക്ക് കിട്ടിയ മെയിൽ അതിൽ ജൂൺ 26 എന്നുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഈ കാര്യങ്ങൾ അനൗൺസ് ചെയ്തത്. പക്ഷേ അതിന് ഒത്തിരിയേറെ വിമർശനങ്ങൾ, ഈ വെള്ളിയാഴ്ചയാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്, ഒത്തിരിയേറെ വിമർശനങ്ങൾ പുറത്ത് പലരുടെ ഭാഗത്തുണ്ട്. ഇത് ഫേക്കാണെന്ന് പറയുന്നത്. അതിനാണ് ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത്. 2024 ജൂൺ 26 മുതൽ എല്ലാ തൊഴിൽ വിസ അപേക്ഷകളും ഈ കോൺസുലേറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. തിരഞ്ഞെടുക്കപ്പെടുന്ന VACയിൽ വിസ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അപ്പോയിൻമെൻറ്റുകളിനുള്ള തീയതികൾ ഒരു ഇലക്ട്രോണിക് നറുക്കെടുപ്പിലൂടെ അസൈൻ ചെയ്യപ്പെടും. ഇത് അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തെടുത്തിരിക്കുന്നതാണ് കൂടുതലും ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് VFSിലാണ് സബ്മിഷൻ പോകേണ്ടി വരിക. പിന്നെ 26 മുതലാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക. അതിൻ്റെ നറുക്കെടുപ്പ് ഓഗസ്റ്റിലെ അപ്പോയിൻമെൻറ്റ് സ്ലോട്ടുകളുടെ ആദ്യ നറുക്കെടുപ്പ് 2024 ജൂലൈ 1 തിങ്കളാഴ്ച നടക്കും. ജൂലൈ 1 തിങ്കളാഴ്ചയാണ് ആദ്യത്തെ നറുക്കെടുപ്പ് നടക്കുക. അത് ഒരു മാസത്തേക്കുള്ളതാണോ ഒരാഴ്ചത്തേക്കുള്ളതാണോ എന്ന് അന്ന് മാത്രമേ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റിലെ അപ്പോയിൻമെൻറ്റ് സ്ലോട്ടുകളുടെ ആദ്യ നറുക്കെടുപ്പാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഓഗസ്റ്റ് മാസത്തിലേക്ക് തന്നെ ഒന്നിൽ കൂടുതൽ നറുക്കെടുപ്പുണ്ടാകും. പണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നേരത്തെ പറഞ്ഞാൽ ഓരോ ആഴ്ചത്തേക്കുള്ള നറുക്കെടുപ്പാണ്. പക്ഷെ അന്ന് എന്ന് വെച്ചാൽ നമുക്ക് പേപ്പറുകൾ തയ്യാറാക്കാനെല്ലാമായിട്ട് കേവലം ഒരു 10 ദിവസത്തേക്ക് ഗ്യാപ്പേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏജൻറ്റുമാരുടെ പൈസ കൊടുത്തവരൊക്കെ ഡേറ്റ് എടുക്കാൻ വേണ്ടി പൈസ കൊടുത്തവർ എത്രയും പെട്ടെന്ന് തിരിച്ചു മേടിക്കുക, അല്ലെങ്കിൽ പലരെയും ചിലപ്പോൾ കാണാണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 26-ാം തീയതിയാണ് ഇതിൻ്റെ സൈറ്റിലേക്ക് അപ്ഡേഷൻസ് വരുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് കയറി ആരും രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ട് കഥയില്ല. ആ 26-ാം തീയതി അപ്ഡേഷൻ വരും. അതിനനുസരിച്ച് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ ഇതുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളോ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കാം. പക്ഷേ പലരും പറയുന്നുണ്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പ്രൊഫൈൽ പിക്ചറും പേരും എവരിവൺ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതും എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് ഒന്ന് പങ്കുവെക്കുകയാണ്. ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് അവരുടെ കയ്യിലേക്ക് എത്തിക്കുക. എന്ന് വെച്ചാൽ ബ്ലാക്ക് മാർക്കറ്റ് പൈസ കൊടുക്കാണ്ട്
ലക്കി ഡ്രോയുടെ കിട്ടുന്നവർക്ക് വളരെ സൗകര്യമാണ്. ജിയോ 1.5 ലക്ഷം രൂപ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ആ സാധനം കിട്ടും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് തന്നെ വ്യാജന്മാർ ഒത്തിരി പേര് വരും. കോൺസുലേറ്റ് ഞങ്ങൾ ഡേറ്റ് എടുത്തില്ല, കോൺസുലേറ്റിൽ എൻ്റെ അപ്പൻ്റെ അമ്മായിയുടെ ആളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പലരും രംഗത്ത് വരും. അപ്പോൾ അതിലൊന്നും പോയി വീഴാതെയും കൂടി ഇരിക്കുക. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്നാണെങ്കിൽ പോലും രക്ഷിക്കാനുള്ള കേസേ ഉള്ളൂ. അതിന് വേറെ ആരെയും തന്നെ സമീപിക്കാതിരിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്.